ഹലോ എവരിവൺ, വെൽക്കം ടു AZB അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ LD ക്ലാർക്ക് പരീക്ഷ, കേരള PSC നടത്തുന്ന LD ക്ലാർക്ക് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ഉടനെ തന്നെ വരാൻ പോകുന്നുണ്ട്. വേറൊന്നുമല്ല, യോഗ്യത ക്വാളിഫിക്കേഷൻസിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഇനി എന്താണ് ആ മാറ്റം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ? ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്കറിയാം, പണ്ട് അല്ലെങ്കിൽ ഇപ്പം മുതൽ നിലവിൽ തന്നെ നമ്മുടെ കേരള PSCയുടെ നമ്മൾ LD ക്ലാർക്കിന്റെ വിവിധ തസ്തികകൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ പരീക്ഷ എഴുതാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് നമുക്കറിയാം 10th ആണ്, അല്ലെ? 10th ലെവലാണ്, അല്ലെ? അപ്പോൾ അത് എന്തിലേക്ക് മാറ്റാൻ പോവാണ്? +2 ലെവലിലേക്ക്, അല്ലെങ്കിൽ +2 ലെവൽ യോഗ്യത ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്, അല്ലെ? അപ്പൊ ഇതുമായിട്ട് സംബന്ധിച്ച് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ പറയുന്ന 2001 മുതലേ തന്നെ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യോഗം ചേരാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ആ യോഗത്തിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഈ പറയുന്ന സുപ്രധാനമായിട്ടുള്ള മാറ്റം വരുന്നുണ്ടാവാം. അപ്പം ഇത് വിഷയം ധനകാര്യ വകുപ്പ്, ട്രഷറി വകുപ്പിന്റെ വിശേഷ ചട്ടം ഭേദഗതി. അതായത് ഓൾറെഡി നമുക്ക് ഈ ഒരു 10th ലെവലാണെന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ യോഗ്യത എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ ഭേദഗതി വരുത്തിക്കൊണ്ട് എന്താക്കാൻ പോവുകയാണ്? ഈ പറയുന്ന +2 ലെവലിലേക്ക് മാറ്റാൻ പോവുകയാണ്, അല്ലെ? തീരുമാനമായിട്ടില്ല, നമുക്ക് ഉടനെ തീരുമാനമായിട്ട് മാറും, അല്ലെ? അപ്പം ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? വിവിധ വകുപ്പുകളിലെ ക്ലർക്ക്, LD ക്ലർക്ക് തസ്തികയിലെ നിയമനത്തിനുള്ള വിദ്യാഭ്യാസ യോഗ്യത പാസ് ഇൻ +2 അല്ലെങ്കിൽ ഇക്വലന്റ് ആയി പരിഷ്കരിച്ചുകൊണ്ട് സൂചന. അതായത് ഇത് മാറ്റാൻ പോവുകയാണ്. ഇനി എന്താക്കാൻ പോവാണ്? പാസ് ഇൻ +2 അല്ലെങ്കിൽ തതുല്യം, അല്ലെ? അതായിരിക്കും ഇനി എന്തെന്ന് പറയുന്നത് യോഗ്യതയായിട്ട് വരാൻ പോകുന്നത്, അല്ലെ? അപ്പൊ അത് ഉടനെ തന്നെ വരാൻ പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിലാണ് ഇതിന്റെ മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി 28/07/2026, അല്ലെ? ഇപ്പൊ ജൂലൈ 28-ന് 11 മണിക്ക് സൗത്ത് ബ്ലോക്കിൽ മീറ്റിംഗ് കൂടുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവസാന അപ്ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുക. അതിനുശേഷം എന്ത് ചെയ്യാം? ഈ പറയുന്ന +2 ലെവൽ അല്ലെങ്കിൽ 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളത് എന്തായിട്ട് മാറാം? ഇനി മുതൽ വരുന്ന LD ക്ലാർക്ക് എക്സാമിനൊക്കെ എന്തായിരിക്കും യോഗ്യതയായിട്ട് വരാൻ പോകുന്നത്? നിങ്ങൾ നമ്മുടെ കേരള PSCയുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇനി മുതൽ എന്തായിരിക്കും ഉണ്ടാവുക? +2 ആയിരിക്കും യോഗ്യതയായിട്ട് വരാൻ പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അത് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ പണ്ട് നമ്മളുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അല്ലെ? അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അല്ലെങ്കിൽ APO പരീക്ഷ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ഈ APO പരീക്ഷയുടെ യോഗ്യതയും 10th ആയിരുന്നു. അതും എന്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു? നമ്മൾ +2 ലെവലിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അറിയേണ്ടത് ഈ 10th ലെവൽ ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാമുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ്, അല്ലെ? അപ്പൊ 10th ലെവലിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് നമുക്ക് VFA പോലുള്ള പരീക്ഷകൾ ഉണ്ടല്ലേ? VFA അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ VEO, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, അല്ലെ? ഇതൊക്കെ എന്ത് തന്നെയാണ്? 10th ലെവൽ തന്നെയാണ്, അല്ലെ? അതേപോലെ തന്നെ ബെബ്കോ LDC പരീക്ഷ, അല്ലെ? ബെബ്കോ LDC പരീക്ഷ, അല്ലെ? ഈ ബെബ്കോ LDC പരീക്ഷയും എന്ത് തന്നെയാണ്? 10th യോഗ്യതയാണ് വരുന്നത്, അല്ലെ? അപ്പം അതിൽ മാറ്റങ്ങൾ ഇല്ലാതെ തുടരുന്നുണ്ട്. അപ്പൊ ഇതിലായിരിക്കും ഈ LD ക്ലാർക്ക് പരീക്ഷയിലായിരിക്കും എന്ത് വരാൻ പോകുന്നത്? മാറ്റം വരാൻ പോകുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇത് യോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ LD ക്ലാർക്ക് പരീക്ഷ, അല്ലെ? നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷ വെക്കുന്ന പരീക്ഷയാണ് LD ക്ലാർക്ക്, അല്ലെ? അപ്പോൾ PSCയിലെ തന്നെ ഏറ്റവും കൂടുതലും ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന പരീക്ഷയാണ് LD പരീക്ഷ, അല്ലെ? അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ PSCയുടെ ഭാഗത്തുനിന്ന് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പഠിച്ചു പോവുക. അതായത് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടോ ഒന്നും നോക്കി നിൽക്കണ്ട. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ, കാര്യം അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ള പരീക്ഷയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ PSC പഠിക്കുന്ന ആസ്പിറൻസിനും അറിയാവുന്ന കാര്യമാണ്, അല്ലെ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ? ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള പരീക്ഷകളെ വെച്ചിട്ട് മുൻവർഷ ചോദ്യങ്ങളെയൊക്കെ പരിശോധിച്ചുകൊണ്ട് നേരത്തെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ AZB അക്കാഡമിയിൽ LDCയുടെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മളൊന്ന് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഡെയിലി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന മുൻവർഷ ചോദ്യങ്ങളെ പരിശോധിച്ചുകൊണ്ട് വെറുതെ എന്തെങ്കിലും പഠിക്കാണ്ട് മുൻവർഷ ചോദ്യങ്ങളെ കീറി മുറിച്ച് പരിശോധിച്ച് അങ്ങനെ പഠിക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിപ്പം ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എത്ര കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുൻപന്തി നിന്നുകൊണ്ട് നല്ലൊരു റാങ്ക് അടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ്സുകളോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? AZBയുടെ യൂട്യൂബ് ചാനലും കൂടെ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.